ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ക്വിക്കായി ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സെഗ്മെന്റിലെ ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മിൻ്റെ A7 Pro. അപ്പോൾ ഇത് പുതിയതായിട്ട് അനൗൺസ് ചെയ്യുകയാണ്. ഈ അടുത്ത് ഒരു കുറച്ച് ദിവസമായി ഇത് അനൗൺസ് ചെയ്തിട്ട്, എന്നാലും നമുക്ക് ഇപ്പോഴാണ് ഈ ഡിവൈസ് കിട്ടിയത്. അപ്പോൾ റെഡ്മി A7 Pro ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വില പറയാം. 11,999 രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റെ വില. വേറെ വേരിയൻ്റ് ഉള്ളത് 12,999 രൂപ. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഈ പ്രൈസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 2026 പ്രൈസ് റൈസ് കാരണം ഒരുപാട് സ്പെക്സ് നമ്മുടെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ടൊക്കെ ഒരു 11,000 12,000 റുപ്പീസിനൊക്കെ ഫുൾ HD AMOLED ഡിസ്പ്ലേ കിട്ടുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 25,000 രൂപയ്ക്കുള്ള ഫോണിന് വരെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ ഒരിക്കലും നമുക്ക് ഇനിയിപ്പോൾ AMOLED ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു ഈ സിറ്റുവേഷൻ ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റാം ആൻഡ് റോമിന്റെ ഷോർട്ടേജ് കാരണം എല്ലാ ഫോണിന്റെയും പ്രൈസ് കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ അടുത്തിറങ്ങിയ ഫോൺ ഏത് ബ്രാൻഡ് എടുത്താലും നിങ്ങൾക്ക് കാണാം, എല്ലാത്തിനും തന്നെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം റെഡ്മി A7 Proന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കാണാം മാസീവ് 6.9 ഇഞ്ചസ് ഡിസ്പ്ലേ, അതേപോലെ മാസീവ് 6300 mAh ബാറ്ററി. ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രത്യേകത. മിസ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 464 4/128 ഈ രണ്ട് വേരിയന്റ് ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ബോക്സിന്റെ ബാക്കിൽ നമുക്ക് കാണാം ഒക്ടോകോർ പ്രോസസർ, 8GB എക്സ്റ്റെൻഡബിൾ റാം ആണ്, അതേപോലെ 120Hz റിഫ്രഷ് റേറ്റ്, പിന്നെ 32 MP AI ഡ്യുവൽ ക്യാമറ, അതുകൂടാണ്ട് തന്നെ IP52 റേറ്റിംഗുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഡിവൈസിന്റെ ബേസിക് സ്പെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം. അപ്പോൾ ഇത് 3 കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. ഒരു സൺസെറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലൂ ആണ്. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറും ഉണ്ട്. അപ്പോൾ ബോക്സ് തുറക്കുകയാണ് നമ്മൾ. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് ഫോണാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒരു മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ ആണ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ. ഇതിനകത്ത് നമുക്കൊരു 15 വോട്ടിൻ്റെ അഡാപ്റ്റർ ആണെന്ന് എൻ്റെ ഓർമ്മ. അതെ, 15 വോട്ടിൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. 5 വോൾട്ട് 3 ആംപിയർ 15 വാട്ട്സിൻ്റെ, അതേപോലെ ഒരു USB Type-C ചാർജിങ് പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആയത്. ഇനി നമുക്ക് ഡിവൈസും തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി A7 Pro 5G ആണ്. അപ്പോൾ ഇതൊന്ന് പുറത്തേക്ക് മാറ്റാം. അപ്പോൾ ലുക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലുക്കാണ്. കണ്ടില്ലേ, വേർട്ടിക്കൽ ക്യാമറ ലേഔട്ട്, അതേപോലെ ബാക്ക് പാനലിൽ നല്ലൊരു മാറ്റ് ഫിനിഷ്. ഒരു ബഡ്ജറ്റ് ഡിവൈസ് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ തോന്നില്ല എന്നുള്ളതാണ്. അത്രയും നല്ലൊരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീല് നമുക്ക് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഇവിടെ വോളിയം റോക്കർ കീസ് കാണാം. ഇവിടെ ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴെ ഒരു സ്പീക്കർ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. സിംഗിൾ സ്പീക്കറാണ്. പിന്നെ ഒരു 3.5mm ഓഡി ജാക്ക് ഉണ്ട്. അതേപോലെ USB Type-C പോർട്ടുമാണ് വരുന്നത്. ഇവിടെ നമുക്ക് സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത്. സിം ട്രേ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ സിം ട്രേ വരാം. ഇതുണ്ടല്ലേ, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടുള്ള സിം ട്രേ ആണ്. ഡ്യുവൽ സിമ്മും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഉള്ള സിം ട്രേ ആണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓവറോൾ ലുക്ക് ആൻഡ് ഫീല് നല്ലതാണ്. IP52 റേറ്റിംഗ് ഉണ്ട്. പിന്നെ LCD ഡിസ്പ്ലേ ഉണ്ട്. ഫിംഗർ പ്രിന്റ് സ്കാനറും സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 32 MP ക്യാമറ നീതിയാണ്. ലുക്സിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. കുഴപ്പമില്ലാത്ത ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഒന്ന് ബൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി A7 Pro. 6.9 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. അതേപോലെ 120Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേൻ്റെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫ്രഷ് റേറ്റ് കാണാം 120Hz. അതേപോലെ കളേഴ്സ് എനിക്ക് ഒന്ന് സർപ്രൈസിംഗ്ലി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിൽ IPS LCD പാനൽ എന്ന് പറയുമ്പോൾ അതും HD+ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മങ്ങിയ ഡിസ്പ്ലേ ആണ് നമ്മൾ സാധാരണ കാണാറ്. എന്നാൽ ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആണ്. കളേഴ്സ് ഒക്കെ കുഴപ്പമില്ല, നല്ല റിച്ച് ടോൺസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് കണ്ടില്ല, നമ്മളിപ്പോഴും ഫുൾ ബ്രൈറ്റ്നസ് അല്ല, കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് നമുക്ക് കണ്ടില്ല. നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് ഉണ്ട്. അത്യാവശ്യം ഡീസെന്റ്. ഒബിയസ്ലി ഒരു ഭയങ്കര വലിയ ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ആണെന്ന് ഒരിക്കലും പറയുന്നില്ല ഞാൻ. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു 11,000 to 12,000 റേഞ്ചിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ്. അതേപോലെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ടിരിക്കും. നല്ല റെസ്പോൺസീവ് ആണ് ഡിസ്പ്ലേ എന്നുള്ളതാണ്. നമ്മൾ ടച്ച് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ കുഴപ്പമില്ല. പിന്നെ ലാർജർ ഡിസ്പ്ലേ ആയതുകൊണ്ട് ബഡ്ജറ്റ് സെഗ്മെന്റ് നമുക്ക് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാം. എന്നാൽ ബെസൽസ് ഉണ്ടല്ലേ, താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി ഹയർ ആണ്. അഗെയിൻ പ്രൈസ് എന്താ പറയുക വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മുകളിലത്തെ ബെസൽസ് സൈഡ്സ് ബെസൽസും കുഴപ്പമില്ലാത്ത രീതിയിലാണ്. എന്നാൽ താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി ഓൺ ദ ഹയർ സൈഡ് ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേന്റെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് HyperOS ആണ്. HyperOS 3.0 വരുന്നുണ്ട്. അതേപോലെ Android 16 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ്. അത് സത്യം പറഞ്ഞാൽ ഈ പ്രൈസ് സെഗ്മെന്റ് സർപ്രൈസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. 4 + 6 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് HyperOS-ൽ. അപ്പോൾ ഇതാണ്
ഇതാണ് OSന്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ UI എക്സ്പീരിയൻസും നമുക്ക് കിട്ടുന്നുണ്ട്. പേഴ്സണലൈസേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനും ഐക്കൺസും ഫോൺസും വാൾപേപ്പേഴ്സ് തീംസ് അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ടിപ്പിക്കൽ ഷോമി UI കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണാൻ സാധിക്കും. കസ്റ്റമൈസേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ ടോഗിളാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്. എന്നാൽ ഈ ബ്ലോട്ട്വെയർസ് ഒക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ്. ഒബ്വിയസ്ലി ബഡ്ജറ്റ് ഡിവൈസ് ആകുമ്പോൾ ഒരുപാട് ബ്ലോട്ട്വെയർസ് വരും. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യണം. ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റത്തെ പണിയുള്ളൂ. അത് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഈ അൺവാണ്ടഡ് ആപ്സിൽ നിന്നൊന്നും നോട്ടിഫിക്കേഷൻ വരില്ല. അല്ലെങ്കിൽ കുറേ നോട്ടിഫിക്കേഷൻ വന്ന് ഇതൊക്കെ എന്താ പറയുക സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാത്ത ആപ്സൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് UI എക്സ്പീരിയൻസ് പറയുക. നല്ല സ്മൂത്ത് ആട്ടോ, ഇഷ്യൂസ് ഒന്നും ഇന്നില്ല. എന്നാൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സൈക്കിളും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇനി പെർഫോമൻസിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ പവർ ചെയ്തിരിക്കുന്നത് യൂണിസോക്കിൻ്റെ T8300 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇതൊരു 5G ചിപ്പാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 5 to 6 ലക്ഷമാണ് വരുന്നത്. അഗെയിൻ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അതായത് 11,000 to 12,000 റേഞ്ചിൽ കുഴപ്പമില്ലാത്ത ഒരു സ്കോർ എന്ന് പറയാം. LPDDR4X റാമും UFS 2.2 ആണ്. അത് തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ T8300 ആണ്. റെസ്പോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒക്ടോകോർ പ്രോസസ്സറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ഇത് 4GB റാമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ഒരു 6GBന്റെ ഓപ്ഷനും കൂടെ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ കോസ്റ്റ് കട്ടിംഗ് ആണ് ഇവിടെ നമുക്കൊരു വലിയൊരു കാര്യം വരുന്നത്. കാരണം എല്ലാ ബ്രാൻഡ്സും കോസ്റ്റ് കട്ടിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു 6GB റാം വേരിയന്റും കൂടെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായതിനാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും 4GB നല്ല റെസ്പോൺസീവ് ആട്ടോ. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല. എന്നാലും കുഴപ്പമില്ല. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറാണ്, താഴെ ഉള്ള സ്പീക്കറാണ്. അത്യാവശ്യം നല്ല ലൗഡ് ആട്ടോ. 200% വോളിയം വരെ ഇൻക്രീസ് ചെയ്യാവുന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് നേരത്തെ പറഞ്ഞു. അഗെയിൻ അതും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയാം. 32 മെഗാപിക്സൽ ക്യാമറയാണ് ഇവിടെ കണ്ടില്ല. 32 മെഗാപിക്സൽ AI ക്യാമറയും ഒരു 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. ഇനി നമുക്ക് ക്യാമറ UI എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ വീഡിയോ റെക്കോർഡിങ്, വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 1080p റെസൊല്യൂഷൻ ആണ് വരുന്നത്. മാക്സിമം 1080p 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറയിലും 1080p 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റിൽ അതൊക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടെ കണ്ടേക്കാം. ഇതെല്ലാം Redmi A7 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കണ്ടിട്ട് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എഗെയിൻ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ഡിവൈസ് എന്നുള്ളതിലേക്ക് ഒരു സിംഗിൾ 32 മെഗാപിക്സൽ ക്യാമറ 8 മെഗാപിക്സൽ ആണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഒരു എൻട്രി ലെവൽ സെഗ്മെന്റിൽ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. 6300 mAh ബാറ്ററി ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി നല്ലതാണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിലെ നല്ല ഒരു ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു പോയിന്റ് ആയിട്ട് പറയാം. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ. അതേപോലെ ഒരു കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. 2 ദിവസമൊക്കെ ഈസിലി കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. 15 വാട്ട് ചാർജിങ് ഉണ്ട്. 15 വാട്ട് ചാർജിങ് ഒബ്വിയസ്ലി സ്ലോ ആയിരിക്കും. എന്നാലും ചാർജർ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു Redmi A7 Proന്റെ എൻ്റെ ഒരു അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ എനിക്ക് ഒന്ന് പ്രൈസ് സെഗ്മെന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഫീച്ചർ ഫോണിൽ നിന്നൊക്കെ സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. കാരണം 5G ഡിവൈസാണ്, 4G അല്ല 5G ഡിവൈസാണ്. ഡീസൻറ്റ് പെർഫോമൻസും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയും ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസും ഓവറോൾ ലുക്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു ലുക്സാണ് വരുന്നത്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.